Habibi, come to Dubai. നമസ്കാരം. അപ്പോൾ നമ്മൾ ദുബായ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ മലയാളിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയും ദുബായ് ആണെന്ന്. അതുകൊണ്ടായിരിക്കാം വേൾഡിലെ നമ്പർ 1 ടൂറിസ്റ്റ് കേന്ദ്രമായി ദുബായ് മാറിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു ഭാഗ്യം കിട്ടി, നമ്മളും ദുബായ് കാണാൻ സാധിച്ചു. അതിന് നല്ല രീതിയിൽ ഒരു പാക്കേജ് അറേഞ്ച് ചെയ്ത ആദിത്യ ടൂർസ് ട്രാവൽസ് കഴക്കൂട്ടം ആണ് നമുക്ക് നല്ല രീതിയിലൊരു പാക്കേജ് അറേഞ്ച് ചെയ്തത്. കാരണം ഉള്ള ടൈമിൽ മാക്സിമം സ്ഥലങ്ങളിൽ അവർ നമ്മളെ കാണിക്കാനും നല്ല രീതിയിലൊരു ഗൈഡിങ് തന്ന് നമ്മളെ എല്ലാവർക്കും നല്ല സന്തോഷമായ രീതിയിലൊരു പാക്കേജ് അറേഞ്ച് ചെയ്ത് ആദിത്യയ്ക്ക് എല്ലാവിധ നന്ദി അറിയിക്കുന്നു. അപ്പം അതിൻ്റെ സാരഥിയാണ് നമ്മളോട് ഇപ്പോൾ ഉള്ളത് കിരൺ ചേട്ടനാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പം എന്താണ് ആദ്യത്തെ ഈ ഒരു പാക്കേജിലോട്ട് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ വെളിയിലേക്ക് പോകണം, ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യണം എന്നൊക്കെ. പക്ഷേ എല്ലാവർക്കും വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ബജറ്റാണ്. അപ്പോൾ നമ്മൾ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ എപ്പോഴും ഓറിയൻറ്റഡ് ചെയ്യുന്നത്. ഇപ്പോൾ ദുബായ് എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ വിചാരിക്കും അയ്യോ ഭയങ്കര കാശാണ്. ഇല്ല, കുറഞ്ഞ ചിലവിൽ നമുക്ക് പോയി വരാം. കുറഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ 4 ദിവസം 5 ദിവസം 6 ദിവസം അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് പാക്കേജ് അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് നമുക്ക് മാക്സിമം സ്ഥലങ്ങൾ നമുക്ക് കാണാം. കാരണം മാക്സിമം സ്ഥലങ്ങൾ കണ്ടതാണ്. കാരണം നമ്മൾ രാവിലെ 8:30 മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങുന്ന നമ്മൾ രാത്രി 1:30 മണി. പല സമയങ്ങളിൽ നമുക്കൊരു ദേഷ്യം തോന്നും, ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് റൂമിൽ പോകാം. എന്നാലും ഇവർ സമ്മതിക്കില്ല. ഇവർ 1:30 മണി വരെ നമ്മളിട്ട് ഓട്ടിച്ച് സംഭവം നമുക്ക് വീട്ടിൽ വന്നപ്പോൾ അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായി. കാരണം നിങ്ങൾ അത്രയും സ്ഥലങ്ങൾ കാണിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടമാണ് ഇരുന്നത്. നമ്മൾ മെയിൻ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സമയം ആകെ 5-6 ദിവസമാണ്. അതിൽ ദുബായിൽ നമ്മൾ കാണുന്നതിൻ്റെ ഇരട്ടി സ്ഥലങ്ങൾ ഇനിയും കാണാൻ കിടക്കണം. പക്ഷേ എപ്പോഴും ആൾക്കാർ ചോദിക്കുന്നത് ദുബായ് ഫ്രെയിം കണ്ടോ, ദുബായ് ഫ്യൂച്ചർ മ്യൂസിയം കണ്ടിട്ടുണ്ടോ, ഡെസേർട്ട് സഫാരി ചെയ്തോ, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു, അതെല്ലാം ചെയ്തു. പിന്നെ നമ്മൾ പോയത് മറ്റേ അബുദാബിയിൽ, അത് പള്ളിയുടെ പേരെന്താ? ഗ്രാൻഡ് മോസ്ക് എന്നാണ് പറയുന്നത്. ലോകത്തിലേക്ക് വൺ ഓഫ് ദ ബിഗസ്റ്റ് മോസ്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ പല അത്ഭുതങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. അത് വളരെ കാണാൻ പറ്റിയതിൽ നമുക്ക് വളരെ സന്തോഷം. എല്ലാവർക്കും ഭയങ്കരമായി ഇഷ്ടപ്പെട്ട ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് അബുദാബി. പിന്നെ നെക്സ്റ്റ് ഇനി പുതിയ പാക്കേജും അല്ല, പുതിയ പാക്കേജസ് നമ്മളിപ്പോൾ ഏപ്രിൽ ലാസ്റ്റ് അല്ലെങ്കിൽ മെയ് ഫസ്റ്റ് വീക്കിലോടുകൂടി ഒരെണ്ണം ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. അത് കുറച്ചൊരു ലോ ബജറ്റ് ടൈപ്പാണ് അത് ചെയ്യുന്നത്. സ്ഥലങ്ങളെല്ലാം സെയിം സ്ഥലങ്ങൾ തന്നെയാണ്. പക്ഷേ കുറച്ചൊരു കാരണം സീസൺ ഓഫ് സീസണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നോർമലി ഏപ്രിൽ വരെയാണ് അവരുടെ സീസൺ വരുന്നത്, ഏപ്രിൽ ലാസ്റ്റ് വരെ. കാരണം അത് അപ്പോഴാണ് ഗ്ലോബൽ വില്ലേജും മിറാക്കിൾ ഗാർഡനും ആ സമയം വരെ ഓണാവുള്ളൂ. അത് കഴിയുമ്പോഴാണ് നമ്മൾ പോകുന്നത്. ചൂടിൻ്റെ ആരംഭം, തണുപ്പൊക്കെ മാറി. കാരണം നമ്മൾ പോയ നല്ല സീസണാണ്, നല്ല തണുപ്പ്, വെയിലില്ലാത്ത നല്ലൊരു സീസണാണ് നമുക്ക്. വേറെ കാരണം നമ്മളതിൽ പ്രായമുള്ളവരുണ്ട്, കുട്ടികളുണ്ട്. പക്ഷെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു പാക്കേജ് ആയിരുന്നു. കാരണം ആർക്കും ഒരു വേറെ പനിയോ ജലദോഷമോ അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും നമ്മൾ ഈ 6 ദിവസം അനുഭവിച്ചിട്ടില്ല. എല്ലാവരും രാവിലെ 8:30 മണിക്കൊന്ന് വെരി ഫാസ്റ്റായിട്ട് പോകുന്നു. നമ്മൾ തിരിച്ച് 12-1 മണിക്ക് ഒന്ന് റൂമിൽ കയറുന്നു. വീണ്ടും രാവിലെ 8:30 മണിക്ക്. ഒരു ക്ഷീണമോ അങ്ങനെ ഒന്നും ഇല്ലാത്ത രീതിയിൽ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. നമുക്ക് ഒരിടത്തും ഒരു ലാഗ് ഉണ്ടായില്ല. കാരണം നിങ്ങളെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് വണ്ടി എല്ലാം അറേഞ്ച് ചെയ്ത് നിൽക്കണം. നമുക്ക് പെട്ടെന്ന് കയറുക, പെട്ടെന്ന് പോകും. ഒരിടം നമുക്ക് നമ്മളായിട്ട് ലേറ്റ് ആവുക എന്നുള്ളതല്ല, നിങ്ങളെ ഭാഗത്തെല്ലാം പക്കയായിരുന്നു. പക്ഷെ അതാണ് ഏറ്റവും വലിയ നമുക്ക് ഏറ്റവും വലിയ സന്തോഷവും നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ വിജയമെന്ന് നമ്മൾ കരുതുന്നു.
അപ്പം വരും പാക്കേജുകൾ ഇതുപോലെയായിട്ട് വേറെ എന്തെങ്കിലും നാഷണൽ ഈ പാക്കേജ് ഇപ്പോൾ പുതിയതായിട്ട് വരുന്നവർക്ക് വേറെ എന്തെങ്കിലും ലോൺ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇപ്പോൾ എല്ലാ IT കാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലും ലോൺ ഫെസിലിറ്റീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. HDFC ബാങ്കുമായിട്ടൊന്ന് സംസാരിക്കുകയാണ് നമ്മൾ. പക്ഷെ അതൊക്കെ ഭയങ്കര ഒരു ആച്ചായിരിക്കും. അതെ, കാരണം ഇപ്പോൾ ഗവൺമെൻറ് സെൻട്രൽ ഈ SBI പോലുള്ള ബാങ്കുകൾക്ക് എന്ന് പറഞ്ഞാൽ അവർ പേഴ്സണൽ ലോൺസ് എന്ന് പറഞ്ഞിട്ടാണ് അത് കൊടുക്കുന്നത്. പക്ഷേ പ്രൈവറ്റ് ബാങ്ക്സ് ലൈക്ക് HDFC, ICICI അവരൊക്കെ ട്രാവൽ ലോൺസ് ഇപ്പോൾ പുതുതായിട്ട് അതാണ് അത് കേട്ടിട്ടുണ്ട് പത്രങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ HDFC-കാരോട്ടൊന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് നമുക്ക് കുറച്ചുകൂടെ ആൾക്കാരെ കിട്ടും. ആൾക്കാരുടെ മാത്രമല്ല അവർക്കൊരു ആച്ചാണ്. കാരണം മന്ത്ലി അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. EMI നമ്മൾ കാറിന് EMI എടുക്കുന്നത് പേഴ്സണൽ ലോൺ എടുക്കുന്ന പോലെ അതങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയുള്ള അപ്പോൾ ഈ ട്രാവൽസിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മളെ യൂട്യൂബ് ചാനൽ വഴി എല്ലാം അനൗൺസ് ചെയ്യും. ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് നമ്പറുകൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാം. മറ്റുള്ള വീഡിയോകളും നമ്മൾ പോയ വീഡിയോകളും മറ്റുള്ള വിഷ്വൽസൊക്കെ നമ്മൾ യൂട്യൂബ് വഴി വരും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. നമ്മളിത് മാത്രമല്ല, ഇന്റർനാഷണൽ പാക്കേജസ് മാത്രമല്ല, കേരള ട്രാവൽ, കേരള ടൂർസ്, പിൽഗ്രിമേജ് ടൂർസ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും